പിന്നിലാവിൻ പൂവിടർന്നു പൊൻവസന്തം നോക്കി. വീടും പരിസരവും ഭംഗിയാക്കാനായി കുറച്ചു പണികൾ ചെയ്യാനുള്ള പുറപ്പാടാണ്. മുറ്റത്തോട് ചേർന്ന് വഴിയരികിൽ കുഞ്ഞൊരു മാവുണ്ട്. ഇത്തവണ 4-5 മാങ്ങയും അതിലുണ്ടായിട്ടുണ്ട്. മാവിനു ചുറ്റും ചെറിയൊരു തറ, അതാണ് കാര്യം. മുളമെടഞ്ഞ് തറയുണ്ടാക്കാൻ തീരുമാനമായി. സാധാരണ കുറവ് മൂങ്കലാണ് മെടയാൻ ഞങ്ങൾ എടുക്കാറ്. മാവിന് ചുറ്റും വേണ്ടത് ഒരു വളച്ചെടുത്ത തറയാണ്. വളച്ച് മെടയണമെങ്കിൽ ഈറ്റ വേണ്ടി വരുമോ എന്നൊരു തോന്നൽ. ഈറ്റ വെട്ടാൻ ചെക്ക് ഡാമിലെത്തി. എല്ലാം ഒടിഞ്ഞു മടങ്ങി കിടപ്പായിരുന്നത് കൊണ്ട് വെട്ടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. എങ്കിലും പണിക്ക് ആവശ്യത്തിനുള്ളത് കിട്ടി. എല്ലാം കെട്ടിപ്പെറുക്കി മുകളിലെത്തിച്ചു. ശാരദ നിലാവേ ഈ കണ്ണിലെ കിനാവുകൾ. വലുത് 4ആയും ചെറുത് 2-3 ഒക്കെയായും ചീകിയെടുത്ത് വാരികളാക്കി. മാവിന് ചുറ്റും കുറ്റികളടിച്ച് അകം പുറം എന്ന രീതിയിൽ മെടഞ്ഞു. മെടച്ചിൽ കഴിഞ്ഞ് അതിനകത്തേക്ക് മണ്ണിട്ട് നികത്തി. ഇനി വേണമെങ്കിൽ ചാണകമൊക്കെ മെഴുകി ഇരിക്കാനെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചെടികളും നടാം. വേനലായതുകൊണ്ട് നമുക്കിവിടെ 10 മണി ചെടിയായിരുന്നു ആകെ പച്ചപ്പിൽ നിന്നിരുന്നത്. സമയം പോലെ ഓരോരുത്തരായി ചെടി നട്ട് തറ നിറച്ചു. എന്തായാലും ഇത് വർഷങ്ങളോളം നിൽക്കില്ല. ഈറ്റ പതിയെ മണ്ണെടുക്കും.